أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين من يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم إنا نسألك بحق الفاتحة المعلمة والصبر المثاني أن تفتح لنا كل خير اللهم اجعلنا من أهل الخير وعاملنا يا مولانا معاملتك بأهل الخير اللهم اغفر لنا وارحمنا ولوالدينا ربنا ارحمهم كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم عليك توكلنا وإليك أنبنا وإليك المصير لا حول ولا قوة إلا بالله العلي العظيم اللهم انصرنا وانصر المسلمين في كل مكان اللهم انصرنا وانصر إخوان المسلمين في فلسطين اللهم اجعل نعمتنا دائمة ودولتنا قائمة وجل أولادنا صالحين ولا تسلط علينا الظالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ബഹുമാന ആദരവുകൾ നിറഞ്ഞ തെങ്ങിൻതോട്ടത്തിൽ കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ട വല്യപ്പ വല്യമ്മമാർ സഹോദര സഹോദരിമാർ കുടുംബാംഗങ്ങൾ ഇതിൻ്റെ സംഘാടകരായ മാന്യ വ്യക്തിത്വങ്ങൾ സഹോദരങ്ങൾ ഒരു സുദീർഘ പ്രസംഗത്തിൻ്റെ വേദിയല്ല 15 മിനിറ്റ് സമയമാണ് എനിക്ക് അനുവദിക്കപ്പെട്ട സമയം 16ാമത്തെ മിനിറ്റിൽ എനിക്ക് സിഗ്നൽ തരണമെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും പ്രസംഗത്തിൻ്റെ സമയം കവരുന്നില്ല എന്ന് ഞാൻ മുൻകൂട്ടി അറിയിക്കുകയാണ് അല്ലാഹു തആല ഒത്തുചേർന്ന് സ്വാലിഹ്യമായി സ്വീകരിക്കുമാറാവട്ടെ ഈ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ വല്യപ്പ വല്യമ്മമാർ പൂർവികരായ ആളുകളും നമ്മൾക്കും അല്ലാഹു മഹ്റൂഫ് ഫضൽ കൊണ്ട് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു പ്രസംഗത്തിൻ്റെ വേദിയല്ല ഏതോ ഒരു നോട്ടീസിൽ എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ വിഷയം കണ്ടു കുടുംബജീവിതത്തിൻ്റെ മധുരം കുടുംബജീവിതം മധുരമുള്ളതാണെന്ന് അനുഭവിച്ച് അല്ലെങ്കിൽ അത് ആസ്വദിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ആ മധുരം നുകരാൻ കഴിയുന്ന നാവില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രയാസകരമായ സങ്കീർണമായ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പ്രയാസമൊട്ട ഒരു കാലമായിത്തീരും ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എപ്പോഴെല്ലാ സ്ഥലത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഉസ്താദേ എൻ്റെ മകന് ഒരു കുട്ടിനെ കിട്ടേണ്ടിയിരുന്നു ഇന്നലെ രാത്രി പോലും ഞാൻ എൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ ഒരാളെ കയറ്റിയപ്പോൾ അയാൾക്കും പറയാനുള്ളത് അതാണ് എൻ്റെ മകൻ കല്യാണം കഴിക്കാനുണ്ട് ഒരു കുട്ടിനെ കിട്ടേണ്ടിയിരുന്നു എവിടെ ചെന്നാലും പ്രത്യേകിച്ച് ഞാനൊരു വനിതാ കോളേജ് അധ്യാപകനാണ് അതുകൊണ്ട് തന്നെ എന്നോട് കാണുന്നവരൊക്കെ നിങ്ങൾ വനിതാ കോളേജാണ് പഠിപ്പിക്കുന്നത് നമ്മൾക്ക് പറ്റിയ കുട്ടികളുണ്ടോ എന്ന് ചോദിക്കുന്ന തിരക്കില്ല എന്നാൽ ഒരു 10 കൊല്ലം 5-10 കൊല്ലം മുമ്പത്തെ അവസ്ഥ അത് ദ്വാരക്കണം എൻ്റെ കുട്ടികൾ 2-3 പുര നിറഞ്ഞു നിൽക്കുകയാണ് നല്ലൊരു പുതിയാപ്പിളതിനെ കിട്ടിയിട്ടില്ല ഇങ്ങനെ വരനെ അന്വേഷിച്ച് അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും അത് നേരെ തിരിച്ച് കൊണ്ടുകൊണ്ടിരിക്കുക സലാത്ത് അതുപോലെ പള്ളിയിലെ ദ്വാകളിലൊക്കെ കാര്യമായിട്ട് ദ്വാ നടന്നിരുന്നത് പെൺകുട്ടികൾക്ക് അനുയോജ്യമായ
വരനെ കിട്ടാനായിരുന്നു. ഇപ്പം തിരിച്ചായിട്ടുണ്ട്. ആൺകുട്ടികൾക്ക് യോജിച്ച വധുവിനെ കിട്ടാൻ വേണ്ടി ദുആ നടന്നുകൊണ്ടേയിരിക്കുക. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ടാവാം. ഞാൻ കണ്ടെത്തിയൊരു കാരണം, പെൺകുട്ടികൾ പലരും ഇന്ന് വിവാഹത്തോട് താല്പര്യം കാണിക്കുന്നില്ല. എനിക്ക് വേണ്ട, തുടക്കത്തിൽ പറയും എൻ്റെ +2 കഴിയട്ടെ എന്നിട്ട് പറഞ്ഞുതരാമെന്ന് പറയും, പിന്നെ പറയും ഡിഗ്രി കഴിയട്ടെ എന്ന് പറയും, പിന്നെ പറയും PG കഴിയട്ടെ എന്ന് പറയും. PG കഴിയുമ്പോഴത്തേനും അവൾ പറയും ഇനി ഞാൻ പറയാം, നിങ്ങൾക്ക് ആവശ്യമാകുമ്പോൾ ഞാൻ ഉപ്പാനെ അറിയിക്കുക, ഉമ്മാനെ അറിയിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് നീക്കൊണ്ടിരിക്കുക. ഈ ഒരു മനസ്ഥിതിയിലേക്ക് നമ്മുടെ മക്കൾ മാറുന്നതിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ആ ഒരു ചിന്തയിലേക്ക് പുതിയ തലമുറ പോകുന്നതിൽ നമുക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നാണ് ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടത്. ആ ആലോചനയ്ക്കുള്ള ഒരു സമയം തരാൻ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ കുട്ടികൾക്ക് ഈ ഒരു ചിന്താഗതി വരുന്നതിൽ നമുക്കാർക്കെങ്കിലും വല്ല പങ്കുമുണ്ടോ എന്ന്. മധുരമുള്ള, വലിയ രസമുള്ള, രുചിയുള്ള, വളരെ മധുരമുള്ള ഒരു വിഭവം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാവരും കുടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എന്നാൽ കുടിക്കുന്നവർ ആദ്യം കുടിച്ച ആള് തന്നെ കുടിച്ച് ഒരിറക്ക് കുടിച്ചിട്ട് മുഖം ചുളിച്ച് ഏയ് എന്ന് പറഞ്ഞൊന്ന് തുപ്പിക്കഴിഞ്ഞാൽ മറ്റുള്ളവരാരും ആ വൈക്ക് വരില്ലല്ലോ. ആദ്യം കുടിച്ച ആള് ഗ്ലാസ് എടുത്ത് കുടിച്ചിട്ട് അവൻ എന്ത് ചെയ്താൽ തുപ്പിക്കളഞ്ഞു, അവരങ്ങ് പോയി. സംഗതി മധുരമുള്ളതൊക്കെ ആയിരുന്നു, പക്ഷെ അവൻ്റെ നാവിനത് രസമായി തോന്നിയില്ല. തുപ്പുന്നതോ എല്ലാവരും കണ്ടു കഴിഞ്ഞു. എല്ലാവരും കാണുകയാണ് ആദ്യം കുടിച്ച ആള് ആ മധുര പലഹാരം എടുത്തിട്ട് തുപ്പിക്കളഞ്ഞത്. പിന്നെ രണ്ടാമത് വന്നവർ നോക്കുമ്പോൾ അവരും അത് തുപ്പാനാ തോന്നുന്നത്. ഇങ്ങനെ പിന്നെ മറ്റാരും അതിനടുത്തേക്ക് പോകില്ല, എനിക്കതല്ലത് വേണ്ട എന്ന് പറയും. ഈ ഒരു അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ നീക്കൊണ്ടിരിക്കുന്നത്. പല കുടുംബങ്ങളിലുമുള്ള കുടുംബ കലഹങ്ങൾ, പ്രശ്നങ്ങൾ നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുക. കാരണം വാപ്പ ഇടയ്ക്കിടയ്ക്ക് മക്കൾ ഉമ്മനോട് പറയാണ്, എന്നെ കെട്ടിയതിൻ്റെ ശേഷം എൻ്റെ ദുരിതം തീർന്നിട്ടില്ല എന്ന് വാപ്പ ഉമ്മനോട് പറയുന്നത് മക്കൾ കേൾക്കുക. ഉമ്മ തിരിച്ചടിക്കുന്നുണ്ട്, അതേ അളവിൽ തന്നെ ഉമ്മയും തിരിച്ചടിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷം എൻ്റെ നാശത്തിൻ്റെ കാത്തകാലത്തിൻ്റെ തുടക്കം എന്ന് ഉമ്മയും പറയും. ഈ രണ്ട് വാക്കുകൾ ഉമ്മൻ്റെതും വാപ്പൻ്റെതും മക്കൾ കേട്ട് കഴിഞ്ഞാൽ ഈ മക്കൾ പിന്നെ പെണ്ണ് കെട്ടാൻ പോവോ? വേണ്ട, ഈ ദുരിതം വേണ്ട, ഇതല്ലേ കുടുംബജീവിതോ ദാമ്പത്യ ജീവിതോ, നമുക്കിത് വേണ്ട. അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ആ രീതിയിലുള്ള ജീവിതം വേണ്ട. നമുക്ക് വേണമെങ്കിൽ സ്വന്തം വർഗത്തിൽപ്പെട്ട ആരെങ്കിലും ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, എന്നാലും ഒരു ദാമ്പത്യ ജീവിതം വേണ്ട എന്ന അവസ്ഥയിലേക്ക് കാര്യം നീക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾക്ക് പങ്കാളിത്തമുണ്ടോ? അവിടെ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് കുറഞ്ഞ സമയമുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളുണ്ടാവാം. ഏതോ ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടു അതിന് പിന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചത്? തിരമാലകളില്ലാത്ത കടലിന് എന്ത് ചന്തം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു വാക്യം. ഞാൻ കുറെ ഇങ്ങനെ ആലോചിച്ചു, തിരമാലകളില്ലാത്ത കടൽ കാണാൻ ആരെങ്കിലും പോവോ? ഒരിക്കലും പോവില്ല. കാരണം ശാന്തമായി കിടക്കുന്ന ഒരു കടലാകുമ്പോൾ അത് കാണാൻ പ്രത്യേക രസം ഉണ്ടാവില്ല. തിരമാലകളിൽ ഇങ്ങനെ അടിച്ചടിച്ച് വരുന്നത് കൊണ്ടാണല്ലോ ആ കടലിന് ചന്തം ഉണ്ടാകുന്നത്. അപ്പൊ നേരത്തെ ആരോ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്, നമ്മളൊക്കെ മനുഷ്യരാണ്, മനുഷ്യ സഹജമാണ്. പക്ഷെ തിരമാലകളില്ലാത്ത കടലിന് ചന്തമില്ല. എന്നാൽ അത് കടൽക്ഷോഭമായി കഴിഞ്ഞാലോ അത് ചന്തമില്ല എന്ന് മാത്രമല്ല, കടൽക്ഷോഭമാകുമ്പോഴാണ് വലിയ പ്രശ്നമായി തീരുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. നമ്മൾ മനുഷ്യരാകുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമായും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് കടൽക്ഷോഭമായി മാറരുത്. ആ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് നമ്മൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് വിട്ടുവീഴ്ച മനസ്ഥിതി. ഇത് നമുക്കില്ലാതായി പോയാൽ കുടുംബജീവിതം മധുരം ആസ്വദിക്കാൻ കഴിയില്ല. വിട്ടുവീഴ്ച മനസ്ഥിതി ഇല്ലാത്ത കാലത്തോളം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ദാമ്പത്യ ജീവിതം ആസ്വദിക്കാനേ കഴിയില്ല. പൊരുത്തപ്പെടാനുള്ള മനസ്സില്ലെങ്കിൽ പിന്നെ അവൻ എന്ത് മനുഷ്യനാണെന്നാണ് ചിന്തിക്കേണ്ടത്. കാരണം റബ്ബിനോട്, അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ ദുആ ചെയ്യുക, അല്ലാഹുമ്മ പഠിച്ചോനെ എനിക്ക് പൊറുക്കണേ, എനിക്ക് പൊറുക്കണേ, എനിക്ക് മാപ്പ് തരണേ, എനിക്ക് മാപ്പ് തരണേ. റമളാനൊക്കെ ആയി കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫ്വനി, പഠിച്ചോനെ നീ മാപ്പ് കൊടുക്കുന്നവനാണ്, എനിക്ക് മാപ്പ് തരണേ എന്ന ദിക്റുകൾ എത്രയോ നമ്മളൊക്കെ ചൊല്ലിക്കൂട്ടുന്നത്. അപ്പൊ നമ്മൾ എല്ലാവർക്കും
എല്ലാം നമ്മൾ ചെയ്ത എല്ലാ കുറ്റങ്ങളും തെറ്റുകുറ്റങ്ങളും തോന്നിയാസങ്ങളും അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ട് തരണം. നമ്മളോ നമ്മുടെ കുടുംബത്തിനോ അയൽവാസിക്കോ നമ്മുടെ സ്നേഹിതനോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ പൊരുത്തപ്പെട്ട് കൊടുക്കാനേ തയ്യാറല്ല, മാപ്പ് കൊടുക്കാനേ തയ്യാറല്ല. അപ്പൊ നമ്മൾ മാപ്പ് കൊടുക്കാൻ തയ്യാറല്ലാതെ അള്ളാഹുവിനോട് എങ്ങനെ നമ്മൾ മാപ്പ് ചോദിക്കാം? ഇത് ചോദിക്കാൻ അർഹതയുണ്ടോ? നമ്മൾക്ക് അവകാശമുണ്ടോ? നമ്മളൊരാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കൂല, അതിനെ പറ്റി പറയും അത് ഇവിടെ പറയണ്ട. ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ ചെല്ലുമ്പോൾ പറഞ്ഞ് കേട്ട ചില വാക്കുകൾ ഇപ്പോഴും കാതിലേക്ക് കയറി വരിക. ഉസ്താദേ അത് പറയണ്ട, അത് ഞാൻ അവിടെ വെച്ച് പിടിക്കും, ഞാൻ സിറാത്തിന്റെ അടുത്ത് പിടിക്കും, സ്വർഗത്തിൽ കയറുമ്പോൾ സിറാത്ത് പാലല്ലേ അവിടുന്ന് ഞാൻ പിടിക്കും, അവിടുന്ന് ഓളാൻ പിടിക്കും, ഞാൻ അവിടെ വെച്ച് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ സത്യത്തിൽ ഇത് എത്രത്തോളം ഗുരുതരമായ ഒരാശയമാണിത്. നമ്മൾ പഠിച്ച പഠിപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പഠിച്ചവന്റെ കോടതിയിലെത്തിയിട്ട് അവിടുന്ന് പിടിക്കും എന്നൊക്കെ പറയുന്നത് ഈ പഠിപ്പാണല്ലോ റബ്ബിനോട് മാപ്പ് തരാൻ വേണ്ടി ചോദിക്കുന്നത്. എന്ത് അവകാശമുള്ളത്? നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മാപ്പ് കൊടുക്കാതെ നമ്മൾ എങ്ങനെ പഠിച്ച റബ്ബിനോട് നമ്മൾ മാപ്പ് ചോദിക്കും, മാപ്പ് പൊറുക്കലിനെ തേടും? നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാണ്. അതുകൊണ്ട് വിട്ടുവീഴ്ചാ മനസ്ഥിതി ഇല്ലാത്ത കാലത്തോളം നമ്മുടെ ദാമ്പത്യ ജീവിതം അതിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയില്ല. എപ്പോഴും മനുഷ്യരാണ്, പോരായ്മകൾ ഉണ്ടാവും. ഈ പോരായ്മകളുടെ തിരിച്ചറിവാണ് കാതലായ വശം. ഈ തിരിച്ചറിവിൻ്റെ കഴിവ്, ഞാൻ എൻ്റെ കുറ്റങ്ങൾ, എൻ്റെ പോരായ്മകൾ, എൻ്റെ വീക്ക്നെസ്സുകൾ ഞാൻ കണ്ടെത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായിരിക്കുന്നത്. കുറവുകൾ ഉണ്ടാവും, പാരമ്പര്യമായി കിട്ടിയ ചില സ്വഭാവങ്ങൾ ഉണ്ടാവും. ചില കുടുംബങ്ങൾക്ക് തന്നെ ദേഷ്യം, മുൻദേഷ്യം കുറച്ച് കൂടുതലായിരിക്കും. ഞാൻ എൻ്റെ പാരമ്പര്യത്തെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്, എൻ്റെ കുടുംബത്തെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. എൻ്റെ പാരമ്പര്യത്തിൽ എൻ്റെ കുടുംബങ്ങൾക്ക് പൂർവികരൊക്കെ കുറച്ച് മുൻകോപമുള്ളവരായിരുന്നു. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഞാനും ആ സ്വഭാവമുള്ളവരാണോ എന്നൊന്ന് ആലോചിക്കുക. ഉണ്ടെങ്കിൽ എനിക്കതുണ്ട്, തൽക്കാലം ഞാനത് നിർത്തിവെച്ചിട്ടില്ലെങ്കിൽ അപകടമാണെന്ന ബോധം, ഒരു വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്ഥിതി നമ്മൾ സ്വയം കൈവരിക്കുക എന്നുള്ളതാണ്. ഒരു കഥയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു മൂർച്ചയേറിയ വാള് ഒരു വീടിന്റെ ഒരു മൂലയിൽ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. നല്ല മൂർച്ചയുള്ള വാളാ. ആ വാളിന്റെ അരികിലേക്ക് ഒരു മൂർഖൻ പാമ്പ് മെല്ലെ 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 ഇങ്ങനെ വന്നതങ്ങ് തലപൊക്കി ആ മൂർച്ചയുള്ള വാളിന്റെ ആ മൂർച്ചയുള്ള ഭാഗത്ത് പാമ്പ് മെല്ലെ ഒന്ന് തൊട്ടുപോയി. തൊട്ടപ്പോൾ പാമ്പിന് ചെറിയൊരു വേദന സംഭവിച്ചു. ചെറിയൊരു വേദന അതിന് ചുണ്ടിനുണ്ടായപ്പോൾ പാമ്പിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ ആ വാളിന്റെ മൂർച്ചക്ക് ആഞ്ഞൊരു കൊത്ത്. അപ്പോഴത്തിന് മുറിവ് വേദന കൂടിയപ്പോ പാമ്പിന് വീണ്ടും ദേഷ്യം വരികയാ, അരിശം കൂടുകയാ. അപ്പൊ പാമ്പ് എന്ത് ചെയ്തു? ഒന്നും കൂടെ ഒരു കുത്തി. അപ്പൊ ശരിക്കും മുറിവായി. അത് കഴിഞ്ഞ് പാമ്പിന് അരിശം തീർന്നില്ല, പാമ്പ് വാളിനിങ്ങോട്ട് വരിഞ്ഞ് മുറുക്കി. എന്താ സംഭവിക്കുന്നത്? പാമ്പ് കഷ്ടമായി നിലത്ത് വീട് പോയി. ആദ്യത്തെ ആ ഒരു ചെറിയ വേദന അതങ്ങ് മാപ്പ് കൊടുത്തിരുന്നെങ്കിൽ പോട്ടെ, വാളിന് അതങ്ങ് മാപ്പ് കൊടുത്തിരുന്നെങ്കിൽ, അത് വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ പാമ്പിന്റെ ജീവൻ നിലനിൽക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം എന്ന് പറയുന്നത് വ്യത്യസ്തമായ രണ്ട് കുടുംബങ്ങളിൽ നിന്നുള്ള രണ്ട് കണ്ണികളെ വിളക്കി ചേർത്തി ഉണ്ടാക്കുന്നതാണ്. ഓരോ കുടുംബത്തിനും പാരമ്പര്യമായ സ്വഭാവങ്ങൾ ഉണ്ടാവും, ശൈലികൾ ഉണ്ടാവും. ഇത് തിരിച്ചറിയുകയും അവനവൻ തിരുത്തുകയും എന്നിട്ട് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വളരെ സുന്ദരമായി ആ ദാമ്പത്യ ജീവിതത്തിന്റെ മധുരം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും. ആ ആസ്വാദനം ഭൂമിയിൽ മാത്രമല്ല, നാളെ പരലോകത്ത് സ്വർഗം വരെ അത് നീണ്ടുപോകും. പലരും ഒരു കഥ പറയാറുണ്ട്. ഒരു ഉസ്താദിന് പള്ളിയിലേക്ക് ഒരാൾ സംഭാവന ചെയ്തപ്പോൾ ഉസ്താദ് നല്ലൊരു ദ്വാ നടത്തിയ കൂട്ടത്തിൽ ഉസ്താദ് ഇങ്ങനെ ദ്വാരത്ത് പോയി, പടച്ചവനെ ഇദ്ദേഹത്തിന്റെ ദുനിയാവിലുള്ള ഭാര്യനെ പടച്ചോനെ നാളെ പരലോകത്തും അയാൾക്ക് നീ കൊടുക്കണേ റബ്ബേ, സ്വർഗത്തിലും ആ ഭാര്യനെ കൊടുക്കണേ. അത് കേട്ടപാട് അയാൾ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ആ പൈസ തിരിച്ചറിയാമോ? എന്തേന്ന് വെച്ചു, ഇവിടുത്തെ തന്നെ ഓളെ കൊണ്ട് കഷ്ടപ്പെട്ടാണ്, ഇനി പരലോകത്ത് ഓളാണെങ്കിൽ എനിക്ക് ആ ദ്വാ വേണ്ട, ആ പൈസ തിരിച്ചറിയെന്ന് പറയണേ. ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്ന, അങ്ങനെ ഞെരുങ്ങി എങ്ങനെയെങ്കിലുമൊക്കെ സഹിച്ച് ജീവിക്കുന്നവനാണോ എൻ്റെ വരൻ, അല്ലെങ്കിൽ എൻ്റെ വധു എന്നെ സ്നേഹിക്കുകയാണോ എന്നെ സഹിക്കുകയാണോ? ഈ ഒരു തിരിച്ചറിവാണ് നമ്മൾക്ക് ഉണ്ടായിത്തീരേണ്ടത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, വിട്ടുവീഴ്ച മനസ്ഥിതി നമ്മൾക്കില്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ മധുരം, ദാമ്പത്യത്തിന്റെ മധുരം ആസ്വദിക്കാൻ കഴിയില്ല. ആ വിട്ടുവീഴ്ച മനസ്ഥിതി നമുക്കുണ്ടെങ്കിലോ എത്ര പ്രായം ചെന്നാലും
ആസ്വദിക്കാൻ കഴിയുന്ന മഹത്തായ ഒരു സംഗതിയാണ് ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്, കുടുംബജീവിതം എന്ന് പറയുന്നത്. ഏതോ ഒരു ഇന്റർവ്യൂ ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. ആ ഇന്റർവ്യൂവിൽ പറയുന്നത് 98 വയസ്സുള്ള ഒരു വരനെയും 94 വയസ്സുള്ള വധുവിനെയാണ് ഒരു പത്രപ്രവർത്തകർ വന്ന് ഇന്റർവ്യൂ നടത്തുന്നത്. ആ ഇന്റർവ്യൂവിൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം മാത്രം പറയട്ടെ. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോഴും ദാമ്പത്യ ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? ആ ഭാര്യ പറയാണ്, തീർച്ചയായും ഞങ്ങൾ ഇപ്പോഴും അത് ആസ്വദിക്കുകയാണ്. ഞങ്ങൾ 98-94 വയസ്സെനിക്കായെങ്കിലും ഞങ്ങൾ എപ്പോഴും ദാമ്പത്യ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുക. ശാരീരികമായ എല്ലാവിധ കഴിവുകളും നഷ്ടപ്പെട്ടവരാ. ആ രീതിയിലുള്ള യാതൊരു ആസ്വാദനം അവർക്ക് നടക്കില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ആസ്വദിക്കുന്നതെന്ന് ആശ്ചര്യത്തോടു കൂടി ആ പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അവർ വിശദീകരിച്ചു കൊടുത്തു. ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചും കുടിച്ചും ചിരിച്ചും കളിച്ചും നടന്ന് രാത്രി ഞങ്ങൾ ബെഡ്റൂമിലേക്ക് ചെന്നാൽ ഒരേ ബെഡിലാണ് കിടക്കുന്നത്. ഞങ്ങൾ ബെഡ്റൂമിൽ തന്നെ കിടക്കുന്നത്. ഇത്ര വയസ്സായിട്ട് ഞാൻ കിടത്തം മാറ്റിയിട്ടില്ല. ഭർത്താവും ഞാനും ഒരേ ബെഡിലാണ് കിടക്കുന്നത്. ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല. മാത്രമല്ല, ഞങ്ങൾ ബെഡ്റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കാതെ കുറേ സമയം സംസാരിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്താ നിങ്ങൾക്ക് ഇത്രയൊക്കെ സംസാരിക്കാൻ, നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ ഇത്രയൊക്കെ വലിയ കിന്നാരം പറച്ചിൽ എന്താണുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മറ്റൊന്നല്ല, ഞങ്ങളുടെ പൂർവ്വ ജീവിതവും പഴയകാല കഥകളൊക്കെ ഇങ്ങനെ പറയും. മുമ്പ് കാലത്ത് ചെറുപ്പത്തിലുണ്ടായ കഥകളൊക്കെ പറയും. അതൊക്കെ കുറെ കേട്ടതിന് ശേഷം അങ്ങനെ രണ്ടാളും രണ്ട് ഭാഗത്തോട് കൊടുക്കും. ഇതാണ് അവർ ആസ്വദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സ്നേഹത്തോടു കൂടിയുള്ള കുടുംബ ജീവിതം, ദാമ്പത്യ ജീവിതം ആസ്വദിക്കണമെങ്കിൽ അവര് വിട്ടുവീഴ്ച മനസ്ഥിതിയുള്ളവരായി തീരണം. പ്രശ്നങ്ങളില്ലാത്ത, തിരമാലകളില്ലാത്ത കടലുകൾ ഉണ്ടാവില്ല. എന്നാൽ കടൽക്ഷോഭമാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. എൻ്റെ പ്രസംഗം നീണ്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഒരൊറ്റ കാര്യമാണ്. നമ്മുടെ കുടുംബിനിയിൽ നിന്ന്, കുടുംബനാഥനിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഏതേത് പോരായ്മകളും, അനിഷ്ടമായ വാക്കാട്ടെ പ്രവൃത്തിയാവട്ടെ, ഇത് നമ്മൾ പരമാവധിയല്ല പൂർണ്ണമായി അങ്ങ് പൊരുത്തപ്പെട്ടു കൊടുക്കുക. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഖുർആനിൽ ഒരു സൂറത്ത്, യൂസുഫ് സൂറത്ത്, ഈ ഒരു പ്രവാചകന്റെ ചരിത്രം അടിമുടി പറഞ്ഞൊരു സൂറത്ത് വേറെ ഇല്ല. എല്ലാ ഫുൾ ചരിത്രം പറഞ്ഞൊരു സൂറത്താണല്ലോ. ഏതാണ്ട് ഫുൾ ചരിത്രം പറഞ്ഞ സൂറത്ത് യൂസുഫ് സൂറത്ത്. ഈ യൂസുഫ് സൂറത്തിന്റെ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു ഗുണപാഠം ഏതാണെന്ന് ചോദിച്ചാൽ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്മാർക്ക്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളിൽ 10 മക്കൾ ഒരു ഭാഗത്തുണ്ട്. റാഹില എന്ന് പറയുന്ന ഭാര്യയിൽ ജനിച്ച യൂസുഫും ബിന്യാമീനും ഒരു ഭാഗത്തും 2 കക്ഷികളായ വളരുന്നത്. കാരണം അവരോടാണ് യാക്കൂബ് നബിക്ക് കൂടുതൽ സ്നേഹമെന്ന തെറ്റിദ്ധാരണ മറ്റ് 10 മക്കൾക്ക് വന്നുപോയി. ലയ്യയുടെ മക്കൾക്കും അതുപോലെ സുൽഫയുടെ മക്കൾക്കൊക്കെ തോന്നിപ്പോയി, തെറ്റിദ്ധാരണയാണ്. എന്നാൽ അവര് അത് ഇല്ലാതെയാക്കി കളയാൻ, വാപ്പാക്കുള്ള സ്നേഹം ഇല്ലാതാക്കാൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സ്വന്തം പിതാവിൽ നിന്ന് വളരെ തന്ത്രപരമായി കൂട്ടിക്കൊണ്ടുപോയി അങ്ങ് കാട്ടിൽ കൊണ്ടുപോയി പൊട്ടൻകിണറ്റിലേക്ക് എറിഞ്ഞു. ആ കിണറിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് കണ്ടപ്പോൾ ഒളിച്ചോടിപ്പോയ അടിമയാണെന്ന് പറഞ്ഞ് വിലക്ക് വിറ്റ് കാശും വാങ്ങി, നാട് കടത്തി വിറ്റ് കാശും വാങ്ങി പോന്ന്. എന്നിട്ട് അവര് ആ ഒരു കുടുംബമുണ്ടല്ലോ, അവസാനം യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇതൊക്കെ സഹിച്ചു, ജയിൽ ജീവിതം കഴിഞ്ഞു. അവസാനം വലിയ കഥയാണ്. അവസാനം യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി മാറിയപ്പോൾ തന്നെ ഒരു കാലഘട്ടത്തിൽ 10-30 വർഷം കഴിഞ്ഞിട്ടാണ് തന്നെ ആക്രമിച്ചിരുന്ന, ദ്രോഹിച്ചിരുന്ന, പിതാവിൽ നിന്ന് അകറ്റിയിരുന്ന ആ ജ്യേഷ്ഠന്മാർ മുഴുവനും ഒന്നിച്ച് അരി വാങ്ങാൻ വേണ്ടി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അരികിൽ ചെന്നതും യൂസുഫ് നബി അവരെ തിരിച്ചറിയുന്നതും, അവരെ തിരിച്ചറിഞ്ഞ ആ സംഗമത്തിന്റെ കഥയൊക്കെ മനോഹരമായ കഥയാ. അവസാനം പറയുന്നൊരു വാക്കുണ്ട്, യൂസുഫ് നബിയും അവരും തമ്മിൽ തിരിച്ചറിഞ്ഞപ്പോ അവർ ഭയപ്പെട്ടു പോയി. പഴയതിനൊക്കെ പലിശ സഹിതം ശിക്ഷ കിട്ടുമോ? രാജാവിന്റെ മുമ്പിലല്ലേ പെട്ടിരിക്കുന്നത്, എന്ത് സംഭവിക്കുമെന്നറിയില്ല. അങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂസുഫ് നബി പറയുന്നൊരു വാക്ക് ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്, യാതൊരുവിധ പ്രതികാര നടപടിയില്ല, എല്ലാം പുറത്തിരിക്കുന്നു, എല്ലാം മാപ്പ് തന്നിരിക്കുന്നു. ഈ യൂസുഫ് നബിയുടെ ഇടയിൽ, കുടുംബത്തിന്റെ ഇടയിൽ മധ്യസ്ഥനുണ്ടായില്ല. അവർ തമ്മിൽ മസ്ലഹത്തുണ്ടാക്കാൻ, അവർ പ്രശ്നം പരിഹരിക്കാൻ, പൊരുത്തപ്പെടുക്കാൻ ഒരു മധ്യസ്ഥനുണ്ടായില്ല. നിരുപാധികം, ഉപാധിയില്ലായിരുന്നു. ഒരു ഉപാധിയുമില്ലാതെ
നിരുപാധികം മധ്യസ്ഥനില്ലാതെ പൊരുത്തപ്പെട്ടു കൊടുത്ത സംഭവമാണല്ലോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിത ചരിത്രം. അതുപോലെ തന്നെയല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഖുറൈശികൾ കല്ലെറിഞ്ഞു, ഒട്ടകത്തിന്റെ കുടൽമാളകളെടുത്ത് കഴുത്തിലിട്ടു, ദ്രോഹിച്ചു, വധിക്കാൻ ശ്രമിച്ചു, വീട് വളഞ്ഞു. ഇങ്ങനെ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് ആ പാലായനം ചെയ്യേണ്ടി വന്ന പ്രവാചകന് മക്കയുടെ ഭരണം കിട്ടിയപ്പോ ഖുറൈശികളൊക്കെ പേടിച്ച് വിറച്ചു. പലരും ഓടിപ്പോവാൻ തുടങ്ങി, രക്ഷപ്പെടാൻ തുടങ്ങി. കഠിനമായ ശിക്ഷയുണ്ടാവും, മുമ്പ് ദ്രോഹിച്ചവരെ വെറുതെ വിടുകയില്ല എന്നൊക്കെ തെറ്റിദ്ധരിച്ചു. റസൂല പറഞ്ഞു, യൂസുഫ് നബി തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞത് തന്നെയാണ്, ഖുറൈശികളെ എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ഒരു പ്രതികാരവുമില്ല, പൊതുമാപ്പ്. എല്ലാം പൊരുത്തപ്പെട്ടിരിക്കുന്നു, എല്ലാം മാപ്പ് തന്നിരിക്കുന്നു. നിരുപാധികമുള്ള മാപ്പ്, ഉപാധിയില്ലാത്ത മാപ്പ്, എല്ലാം പൊരുത്തപ്പെട്ട സംഭവം. ഇതൊക്കെ ഓതുന്ന, ഈ ഖുർആനൊക്കെ പാരായണം ചെയ്യുന്ന നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാൻ പിശുക്ക് കാണിച്ചാൽ അത് നമ്മുടെ നാശത്തിൻ്റെ, നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ തകർച്ചയുടെ കാരണമായി തീരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ഒരു മട്ടുവീഴ്ച മനസ്ഥിതി നമുക്കുണ്ടാവണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കറകളഞ്ഞ സ്നേഹം, അതാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. വലിയ ദൃഷ്ടാന്തമായിരുന്നുണ്ട്, നിങ്ങൾക്ക് സ്നേഹമുണ്ടാക്കി. ആ സ്നേഹമൊക്കെ വലിയൊരു ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്നേഹം കൈവരിക്കുകയും ഇത് ആസ്വദിക്കുകയും ചെയ്യുക. ദാമ്പത്യ ജീവിതം മധുരമുള്ളതാണ്. അത് മധുരമുള്ളതായി നമ്മൾ ആസ്വദിക്കുക. നമ്മൾ ആസ്വദിക്കുന്നത് മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുക. നല്ല എരിവുള്ള ചമ്മന്തി കിട്ടിയപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ വല്ലപ്പോയിട്ട് ചമ്മന്തി ലേശെടുത്ത് നാമിൽ വെച്ച് ഒന്ന് നല്ലോണം ആസ്വദിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് അതൊന്ന് തൊട്ട് നോക്കല്ലോ, ഉറപ്പല്ലേ, നല്ല രസമുണ്ടാകും തോന്നല്ലോ എല്ലാവർക്കും. അതുപോലെ നമ്മൾ ആസ്വദിച്ചാൽ പോരാ, നമ്മൾ ആസ്വദിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ മറ്റുള്ളവർ കാണട്ടെ. ഇവർ കുടുംബജീവിതം ആസ്വദിക്കുക, ഇത് ആസ്വദിക്കാനുള്ളതാ, ഇത് മധുരമുള്ളതാണ് എന്ന് ബോധ്യപ്പെടട്ടെ. ആ രീതിയിലേക്ക് നമ്മൾ വന്നുവരിക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒത്തുചേരൽ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പൂർവികരായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു തആല മഗ്ഫിറത്ത് മർഹമത്ത് നൽകുമാറാവട്ടെ. കുറേ നമ്മയും മഹ്ള് ഫദ്ല് കൊണ്ട് റബ്ബ് തആല കുറേ ആളുകളെ ഒരു ഔദാര്യമായി കരുണ കൊണ്ട് സ്വർഗ്ഗത്ത് കയറ്റുന്നുണ്ട്. അമല് കൊണ്ടല്ല. അമലൊക്കെ ഒരുപാടുണ്ട്. ഈ അമലൊക്കെ തള്ളിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അള്ളാഹ് റഹ്മത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മയും ഒരു സ്വർഗ്ഗത്തിൽ ചുറ്റിത്തരുമാറാവട്ടെ. സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.